യോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ വീഡിയോ. സോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എന്താണ് എസ് എം ടി ഡൈവേർജൻസ് എന്നുള്ളതും അതുപോലെ എസ് എം ടി ഡൈവേർജൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു പവർഫുൾ എൻട്രി എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് എന്തൊക്കെ തരത്തിലുള്ള എസ് എം ടി ഡൈവേർജൻസ് ആണുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് രണ്ട് രീതിയിലുള്ള എസ് എം ടി ഡൈവേർജൻസ്, ഒന്ന് ബുള്ളിഷ് ആൻഡ് ബിയറിഷ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് എങ്ങനെയാണ് ഒരു ബുള്ളിഷ് എസ് എം ടി ഡൈവേർജൻസ് ഫോം ചെയ്യുന്നത് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇവിടെ സെയിം കോറിലേഷനുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന രണ്ട് അസറ്റ്സുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഒന്ന് US100ഉം ഒന്ന് US500ഉം. ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലേക്കാണ് എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സെയിം കോറിലേഷനാണ്, പോസിറ്റീവ് കോറിലേഷനാണ്. ഓക്കെ, അപ്പോൾ ഈ പോസിറ്റീവ് കോറിലേഷനുള്ള ഈ ഒരു അസറ്റ് ഇവിടെ നമുക്ക് ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ ഈ രീതിയിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഓക്കെ, ഇതിൻ്റെ അടുത്തൊരു പെയർ വിച്ച് മീൻസ് US500 പ്രൈസ് എന്ത് ചെയ്തു, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ. പക്ഷേ എന്ത് ചെയ്തില്ല, പ്രൈസ് ഇവിടെ ഈ ഒരു ലോവർ ലോ US100 ക്രിയേറ്റ് ചെയ്ത സമയത്ത് SP500 എന്ത് ചെയ്തില്ല, അല്ലെങ്കിൽ US500 എന്ത് ചെയ്തില്ല, ഇവിടെ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തില്ല. വിച്ച് മീൻസ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇവിടെ ഒരു ബുള്ളിഷ് സ്ട്രെങ്ത് ആണ്. എന്നുവെച്ചാൽ പ്രൈസ് ഇവിടുന്ന് ഒരു പൊട്ടൻഷ്യൽ റിവേഴ്സൽ തരാൻ സാധ്യത ഉണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എസ് എം ടി ഡൈവേർജൻസ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എസ് എം ടി ഡൈവേർജൻസ് സംഭവിക്കുന്നത് ഒരു ഹയർ ടൈം ഫ്രെയിം കീ ലെവലിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഒരു എക്സ്ട്രാ കൺഫ്ലുവൻസ് ആയിട്ട് ഈ എസ് എം ടി ഡൈവേർജൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രേഡ് എടുക്കാം. ഓക്കെ, അല്ലാതെ എസ് എം ടി ഡൈവേർജൻസ് ഇറ്റ് സെൽഫ് എന്തല്ല, ഒരു ട്രേഡിംഗ് കൺഫർമേഷൻ അല്ല. ഓക്കെ, എന്ന് വെച്ചാൽ എസ് എം ടി ഡൈവേർജൻസ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയില്ല. ഒരു എക്സ്ട്രാ കൺഫ്ലുവൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇത് ആഡ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്കൊരു 50% വിൻ റേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എസ് എം ടി ഡൈവേർജൻസ് കൂടി ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 70-75 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇനി നമുക്ക് എന്താണ് ഒരു ബുള്ളിഷ് എസ് എം ടി ഡൈവേർജൻസ് എന്ന് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ പ്രൈസ് ഇവിടെ US100 പ്രൈസ് ഹയർ ഹൈ, ഹയർ ലോ ഈ രീതിയിലേക്ക് എന്ത് ചെയ്യാണ്, മേലോട്ടേക്ക് മൂവ് ചെയ്യാണ്. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്തു, ഇവിടെ പ്രൈസ് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ ഫെയിലായി. ഓക്കെ, പക്ഷേ ഇവിടെ എന്ത് ചെയ്തു, US500 പ്രൈസ് ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഇവിടെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ ആക്ച്വലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ബിയറിഷ് എസ് എം ടി ആണ്. എന്ന് വെച്ചാൽ പ്രൈസ് ഇതൊരു സംഭവിച്ചത് ഒരു കീ ലെവലിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു റിവേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു കീ ലെവലിൽ വന്നിട്ട് എസ് എം ടി ആൻഡ് ലോ ടൈം ഫ്രെയിം കൺഫർമേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഒരു ഹയർ പ്രോബബിലിറ്റി ട്രേഡ് ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എസ് എം ടി ഡൈവേർജൻസ് യൂസ് ചെയ്തിട്ട് നമ്മളെ ആ ഒരു ടോട്ടൽ ട്രേഡിൻ്റെ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ട്രേഡ്സിൻ്റെ വിൻ റേറ്റ് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാൻ കഴിയും. ഓക്കെ, ലെറ്റ്സ് സീ നമുക്ക് ഇതെങ്ങനെയാണ് റിയൽ ചാർട്ടിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ ഓക്കെ സോ നിങ്ങൾക്ക് ഇത് എസ് എം ടി ഡൈവേർജൻസ് മാനുവലി ഫൈൻഡ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഈസി സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇൻഡിക്കേറ്ററിൽ പോയതിന് ശേഷം ലെക്സാൽഗോ എന്നുള്ള ആ ഒരു ഇൻഡിക്കേറ്റർ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ആഡ് ചെയ്യുക ലെക്സാൽഗോ എസ് എം ടി ഡൈവേർജൻസ്. ഓക്കെ, ഇതിൽ സെറ്റിങ്സിൽ നമ്മളൊരു ചേഞ്ചസ് വരുത്താറുണ്ട്. ഓക്കെ, ഇത് ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കമ്പാരിസൺ വേണ്ട രണ്ട് പെയറുകൾ ഏതൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യുക, ഇവിടെ ആഡ് ചെയ്യുക. ഇവിടെ നമുക്ക് US500, സോ നമ്മൾ US500 എന്ന് ടൈപ്പ് ചെയ്ത ശേഷം നമുക്ക് ഏത് ചാർട്ടാണ് യൂസ് ചെയ്യുന്നത് എന്ന് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. നമ്മൾ CFI ഓക്കെ ഇൻഡെക്സ് ആഡ് ചെയ്തു ആൻഡ് കമ്പാരിസൺ സെക്കൻഡ് സിമ്പിൾ ഇവിടെ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക US100. ഓക്കെ, US100 ഏത് ചാർട്ടാണ്, സെയിം ചാർട്ട് തന്നെ ഇടുക. ഓക്കെ, CFI ഇത് രണ്ടും കൂടി ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഓക്കെ കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കമ്പയർ ചെയ്തിട്ട് വരുന്ന എസ് എം ടീസ് ഒക്കെ എന്ത് ചെയ്യും, പ്രൈസ് ഇവിടെ മാർക്ക് ചെയ്യും. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഏറ്റവും റീസെൻ്റ്ലി പ്രൈസ് ഫോം ചെയ്തിട്ടുണ്ടായിട്ടുള്ള ഒരു എസ് എം ടി നമുക്ക് നോക്കാം. ഓക്കെ, സോ നിങ്ങൾ ജസ്റ്റ് ഇൻഡിക്കേറ്ററിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്, ചിലത് ഇൻഡിക്കേറ്റർ മാർക്ക് ചെയ്യാൻ വിട്ടു പോകുന്നതുണ്ട്. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് എല്ലാതൊന്നും ഇൻഡിക്കേറ്റർ പ്രോപ്പറായിട്ട് സ്പോട്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഒരു നല്ലൊരു ശതമാനം സ്പോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ പഠിക്കുന്ന സമയത്തിലേക്ക് മനസ്സിലാക്കാൻ ഈ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ആവും. ഓക്കെ, സോ എന്ത് മാനുവലി എന്തായാലും നിങ്ങൾ ചെയ്ത് പഠിക്കാം. ഓക്കെ, അത് നിർബന്ധമാണ്. ഓക്കെ, സോ നമ്മളിവിടെ US500
ഇവിടെ നമുക്ക് കാണാൻ പറ്റും S500 റീസെൻ്റ്ലി ഉണ്ടായിരുന്ന ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ആണ് ഇത്. ഓക്കെ, ഇറ്റ് മീൻസ് ഓൾ ടൈം ഹൈ ആയിരുന്നു ഇത്. ഓക്കെ, അതുപോലെ ഇവിടെ നമുക്ക് US100 വരുന്ന സമയത്ത് ആ ഒരു സെയിം ഹൈ നമുക്ക് ഇവിടെയും കാണാം. ഓക്കെ, ലെറ്റ്സ് സീ. ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഓൾ ടൈം ഹൈ ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും എന്താണ്, അടുത്തൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി ആണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, പ്രൈസ് ആ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് റിവേഴ്സ് ആവാം, കൺഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് ഫോം ചെയ്തു, നമുക്ക് SMT ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഹൈ പ്രൈസ് ഇവിടെ എന്ത് ചെയ്തു, US500 ടേക്ക് ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്ത് US100 എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു ഹൈ ടേക്ക് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്, SMT ഡൈവേർജൻസ് ഉണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ എക്സ്പെക്റ്റേഷൻ എന്താ, ഒരു ബിയറിഷ് SMC ആണ് ഇവിടെ, SMT ഡൈവേർജൻസ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. സോ നമുക്കൊരു പൊട്ടൻഷ്യൽ റിവേഴ്സിലാണ് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുക, എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ഇവിടെ ലോ ടൈം ഫ്രെയിമിൽ സംഭവിച്ചത്, എന്തെങ്കിലും കൺഫർമേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സീ. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഒരു ഹവർലി ടൈം ഫ്രെയിമിലേക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്യാം. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്തു, ഇവിടെ ആ ഒരു ഹൈ ടേക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്തു, SMT ഫോർമേഷൻ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എങ്ങനെയാണ് പ്രൈസ് റിയാക്ട് ചെയ്യുന്നത് എന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഓൾ ടൈം ഹൈ പ്രൈസ് സ്വീപ്പ് ചെയ്തു. ഓക്കെ, ആൻഡ് പ്രൈസ് സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്തു, അവിടെ നിന്നൊരു ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് കാണാം. ഓക്കെ, ആൻഡ് നമുക്ക് ഇവിടെ ഒരു ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് CASD ഫോർമേഷൻ കാണാൻ പറ്റും. ഓക്കെ, എന്നുവെച്ചാൽ ഇവിടുന്ന് ഈ ഒരു ലാസ്റ്റ് ബുൾ അല്ലെങ്കിൽ ആ ലാസ്റ്റ് ബൈ മൂവ്മെൻറ്റ് വന്നത് ഈ ഒരു പോയിൻ്റാണ്. ഓക്കെ, സോ ഇതിൻ്റെ താഴെ പ്രൈസ് ഡിസ്പ്ലേസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ഒരു ബിയറിഷ് പ്രസൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ നമുക്ക് പ്രൈസ് ഇവിടെ CSD തരുമോ എന്നുള്ള ജസ്റ്റ് എന്ത് ചെയ്യാമെന്ന് നോക്കാം. യെസ്, ഇവിടെ എന്ത് ചെയ്തു, പ്രൈസ് നമുക്ക് ഒരു സ്ട്രോങ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് ചെയ്തു, നമുക്കിവിടെ തന്നു. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്തു, ഒരു സ്ട്രോങ് ഡിസ്പ്ലേസ്മെൻറ്റ് തന്നു. ആ ഒരു സമയത്ത് നമുക്കിവിടെ ഒരു FVG ഇൻവേർഷൻ കാണാം. ഓക്കെ, ഇവിടെ നമുക്കൊരു FVG ഇൻവേർഷൻ കിട്ടി. ആൻഡ് നമുക്ക് ഇവിടെ ഒരു പുതിയൊരു FVGയും ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു FVG എന്നോ അല്ലെങ്കിൽ ഇൻവേർഷൻ FVG എന്നോ നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് എടുക്കാം. ഓക്കെ, സോ ഒരു SMT കൂടി ഫോം ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ട്രേഡിൻ്റെ പ്രോബബിലിറ്റി ഹൈ ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. ലെറ്റ്സ് സീ, നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇങ്ങനെ ഷോർട്ട് ചെയ്യാം. ഓക്കെ, ഷോ ഫ്രം ഹിയർ. ഓക്കെ, ഈ ഒരു FVG എന്നോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഇൻവേർഷൻ FVG നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഷോർട്ട് ചെയ്യാം. ആൻഡ് സ്റ്റോപ്പ് ലോസ് എബോവ് ആ ഒരു ഹൈൻ്റെ മേലെ കീപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലോവർ പ്രൈസിലേക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. ഇവിടെയൊക്കെ നമുക്ക് എന്തുണ്ട്, ക്ലിയർ ലിക്വിഡിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ലിക്വിഡിറ്റിയൊക്കെ എന്തായിരിക്കും, ടാർഗറ്റഡ് ആയിരിക്കും. ഓക്കെ, ലെറ്റ്സ് സീ അവിടുന്ന് എങ്ങനെയാണ് പ്രൈസ് റിയാക്ട് ചെയ്ത് നോക്കാം. കാണാൻ പറ്റും, പ്രൈസ് എന്ത് ചെയ്തു, അവിടുന്ന് വളരെ സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്തു, താഴോട്ടേക്ക് റിയാക്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. ഓക്കെ, സോ SMT എന്ന് പറയുന്നത് ഒരു അഡീഷണൽ കൺഫർമേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ട്രേഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് SMT ഡൈവേർജൻസ് ലോവർ ടൈം ഫ്രെയിമിലും എന്ത് ചെയ്യാം, യൂസ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സോൺസ് മാർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ SMT ഫോം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയും എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ എന്തുണ്ട്, ഒരു സോൺ ഉണ്ട്. ഓക്കെ, സോ പ്രൈസ് ലോ ടൈം ഫ്രെയിമിൽ ഇതൊരു 4 hour സോണാണ് വെക്കുക. ഓക്കെ, സോ ഒരു 4 hour സോണിലേക്ക് പ്രൈസ് എന്ത് ചെയ്തു, വന്നു. ഇവിടെ എന്ത് ചെയ്തു, പ്രൈസ് ഇത് 100ലാണ്, US100ലാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്തു, ഇവിടെ ഈ ഹൈ സ്വീപ്പ് ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ആ ഒരു സോണ് ടാപ്പ് ചെയ്തു. ഓക്കെ, ഇവിടെ സെയിം തിങ് US500 നോക്കുന്ന സമയത്ത് പ്രൈസ് എന്ത് ചെയ്തില്ല, അങ്ങോട്ടേക്ക് വന്നു. ദെൻ പ്രൈസ് എന്ത് ചെയ്തില്ല, ഇവിടെ ഒരു SMT നമുക്ക് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, പ്രൈസ് ഈ ഒരു ഹൈ സ്വീപ്പ് ചെയ്യാതെ, എന്ന് വെച്ചാൽ പ്രൈസ് ഇവിടുന്ന് ഇങ്ങനെ എന്ത് ചെയ്തു പോയത്, ഇവിടെ നമുക്കൊരു SMT ഫോം ചെയ്തു. ഓക്കെ, ഇവിടെ ഒരു ബിയറിഷ് SMT ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം,
അവിടെയും ലോവർ ഇപ്പോൾ ഒരു 4 hour ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് 50 മിനിറ്റിൽ ആ ഒരു SMT പ്ലസ് ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷൻ നോക്കിയിട്ട് എന്ത് ചെയ്യാം, അവിടുന്ന് ഒരു റിവേഴ്സൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഈ രീതിയിൽ ആണ് ഈ ഒരു SMT ഡൈവേർജൻസ് നമുക്ക് യൂസ്ഫുൾ ആവുക. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കുക, SMT ഡൈവേർജൻസ് മാത്രം ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രേഡ് എടുക്കാൻ കഴിയില്ല. പക്ഷേ അത് നമുക്കൊരു അഡീഷണൽ കൺഫർമേഷൻ ആക്കി എടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വിൻ റേറ്റ് അവിടെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലെറ്റ്സ് സീ, നമുക്ക് ഇവിടെ ഈ ഒരു ഇൻഡിക്കേറ്റർ ലോ ടൈം ഫ്രെയിംസിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ SMTs സ്പോട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ നമ്മൾ 1 hour ടൈം ഫ്രെയിമിലേക്ക് ജസ്റ്റ് ഒന്ന് വരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ ആ ഒരു 1 hour ആ ഒരു SMT ഇവിടെയും ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു കീ ലെവൽ ടാപ്പ് ചെയ്തല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സെയിം തിങ്. ഓക്കെ, ഇതായിരുന്നു രണ്ടിൻ്റെയും ആ ഒരു കീ ലെവൽ ഏരിയ ഇതായിരുന്നു. ഓക്കെ, പ്രൈസ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ഹയർ ടൈം ഫ്രെയിമിൽ SMT ഓൾറെഡി ഫോം ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ആ ഒരു ലോ ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് SMT ഫോം ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ്സ് സീ, ഈ ഒരു ഡേറ്റ് നോക്കാം. ഓക്കെ, ഇത് Jan 28. ഓക്കെ, ഈ ഒരു ഹൈ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ജസ്റ്റ് നോക്കാം, Jan 28 ഹൈ. ഓക്കെ, സോ ഇവിടെ കാണാൻ പറ്റും പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഹൈ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈസ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ പ്രൈസ് SMT വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു SMT, ബിയറിഷ് SMT ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിനൊരു റെഡ് കളറിലവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, ആ ഒരു സെയിം ടൈമിൽ ഇവിടെ പ്രൈസ് എന്ത് ചെയ്തു, ലോവർ ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതെന്താണ്, ഒരു ബിയറിഷ് SMT ആണ്. ഓക്കെ, പ്രൈസ് ഈ ഒരു SP500 ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു ആൻഡ് US100 എന്ത് ചെയ്തു, ലോവർ ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ഇതെന്താണ്, ഒരു ബിയറിഷ് ഇൻഡിക്കേഷനാണ്. പ്രൈസ് അവിടുന്ന് താഴോട്ടേക്ക് റിവേഴ്സ് ആവും എന്നാണ് എന്ത് ചെയ്യുന്നത്, അവിടെ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിവിടെ നമ്മൾ ചെയ്തത് എന്താണ്, ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ പ്രൈസ് അപ്രോച്ച് ചെയ്തു. ഇതിലൂടെ ലോ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ വന്ന സമയത്തും നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ SMT ഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ഒരു എൻട്രി മോഡൽ അവിടെ വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ SMTൻ്റെ ഫോർമേഷനോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, സോ നമുക്ക് കുറച്ചും കൂടി എക്സാമ്പിൾസ് ജസ്റ്റ് ഇവിടെ ഫോം ചെയ്ത് നോക്കാം. ഓക്കെ, സോ നിങ്ങൾ ജസ്റ്റ് ഇൻഡിക്കേറ്റർ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്, മാനുവലി മാർക്ക് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, ചിലപ്പോൾ ഇൻഡിക്കേറ്റർ മാർക്ക് ചെയ്യാൻ വിട്ട ഭാഗങ്ങൾ നമുക്ക് മാനുവലി മാർക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ കഴിയും. ഓക്കെ, യെസ്, ഇനി നമുക്ക് 1 hour വേറെ എവിടെയെങ്കിലും SMT ജസ്റ്റ് 4 hour ടൈം ഫ്രെയിമിലേക്ക് നോക്കാം. 4 hour നമുക്ക് ഇവിടെ ഒരു SMT ഉണ്ട്. ഓക്കെ, സോ ലെറ്റ് സി, നമുക്ക് ആ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ആൻഡ് യെസ്, ഇവിടെ ഇത് രണ്ടിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ കഴിയും. ഓക്കെ, സോ ഇവിടെ നമുക്ക് രണ്ടിടത്തും 4 hour ഒരു കീ ലെവലാണ്. ഓക്കെ, പ്രൈസ് ഒരു ബ്രേക്കർ. ഓക്കെ, വിച്ച് മീൻസ് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു മൂവ്മെൻറ്റ് ഇവിടുന്ന് മേലോട്ടേക്ക് വന്നു, ഈ ഒരു ഹൈ എന്ത് ചെയ്തു, ഇവിടെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ബ്രേക്ക് ചെയ്ത സമയത്ത് ലാസ്റ്റ് ഇതാ ഒരു ബേസ് എന്താണ്, അവിടുത്തെ ഓർഡർ ബ്ലോക്കാണ്. അതിൻ്റെ പ്രൈസ് എന്ത് ചെയ്തു, താഴോട്ടേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറി, ബ്രേക്കർ ബ്ലോക്കായിട്ട് മാറി. സെയിം തിങ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇതും എന്താണ്, താഴോട്ടേക്ക് ബ്രേക്ക് ചെയ്തുകൊണ്ട് ബ്രേക്കറാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ബ്രേക്കറിലേക്ക് പ്രൈസ് തിരിച്ചു വന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ആ ഒരു സെയിം ഏരിയയിൽ ഇവിടെ നമുക്ക് ഹയർ ഹൈ, ഇവിടെ നമുക്ക് ലോവർ ഹൈ. ഇതെന്താണ്, SMT ആണ്. ഓക്കെ, സോ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ഇതൊരു സപ്ലൈ സോണിൽ കീ ലെവലിൽ വന്നിട്ടാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. സോ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ബിയറിഷ് മൂവ്മെൻറ്റ് ഇവിടെ നിന്ന് വരാൻ സാധ്യത, അല്ലെങ്കിൽ ഒരു ബിയറിഷ് സ്ട്രെങ്ത് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കാം ലോ ടൈം ഫ്രെയിമിൽ എങ്ങനെയാണ് പ്രൈസ് അവിടെ റിയാക്ട് ചെയ്തതെന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ.
യാ സോ നമ്മൾ ആ ഒരു ഏരിയ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, യെസ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എങ്ങനെയാണ് ലോ ടൈം ഫ്രെയിമിൽ ആ ഒരു മൂവ്മെൻ്റ് അവിടെ വന്നതെന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെയാണ് ആക്ച്വലി നമുക്ക് ആ ഒരു SMT വന്നിട്ടുള്ളത്. ഓക്കെ, സോ നമുക്കിവിടെ എന്ത് ചെയ്യാം, ലോ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു 50 minutes. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ആ ഒരു കീ ലെവൽ ടാപ്പ് ചെയ്ത സമയത്ത് ഒരു സ്ട്രോങ് മൂവ്മെൻറ്റ് നമുക്ക് എന്ത് കിട്ടി, ഇവിടെ ഫോം ചെയ്യുന്നത് കാണാം. ഓക്കെ, ടുവാർഡ്സ് ഒരു അപ്പ് മൂവ്മെൻറ്റ് മേലോട്ടേക്ക് വന്നു, നമ്മൾ ആ ഒരു കീ ലെവൽ ടാപ്പ് ചെയ്തു. ഓക്കെ, ആ ടൈമിൽ നമുക്കിവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, ക്ലിയർ ആയിട്ടുള്ളൊരു SMT ഡൈവേർജൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ലോ ടൈം ഫ്രെയിമിൽ എന്താണ് സംഭവിച്ചത് നോക്കാം. ഓക്കെ, ലോ ടൈം ഫ്രെയിമിൽ ഇവിടുത്തെ ആ ഒരു ലാസ്റ്റത്തെ ആ ഒരു ബൈ മൂവ്മെൻറ്റ്. ഓക്കെ, ഓക്കെ, ഇവിടെയാണ് ലാസ്റ്റത്തെ ഒരു ബൈ മൂവ്മെൻറ്റ് ഇവിടെ വന്നത്. ഓക്കെ, സോ ആ ഒരു ലാസ്റ്റത്തെ ആ ഒരു ബൈ മൂവ്മെൻറ്റിൻ്റെ ബോർഡിൻ്റെ താഴെ പ്രൈസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താണ്, ഒരു CASD ആണ്, ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, പ്രൈസ് അവിടെ CASD വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ട്രേഡ് എടുക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തു, നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു CASD ഫോർമേഷൻ പ്രൈസ് എന്ത് ചെയ്തു, ഇവിടെ തന്നു. ഓക്കെ, ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി, ഒരു CASD ഫോർമേഷൻ നമുക്കിവിടെ കിട്ടി. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് എന്ത് ചെയ്യാം, ഷോർട്ട് ചെയ്യാം. ഇവിടെ റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് എബവ് ആൻഡ് ലോവർ പ്രൈസസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, താഴോട്ടേക്ക് എന്ത് ചെയ്യാം, നമുക്ക് ടാർഗറ്റ് ചെയ്യാം. അടുത്തൊരു ലോ വരെ നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഹൈ ടൈം ഫ്രെയിം കീ ലെവലിൽ നിന്നാണ് ആക്ച്വലി ഒരു SMT ഫോർമേഷൻ വന്നിട്ടുള്ളത്. സോ നമുക്ക് അതൊരു ഹയർ പ്രോബബിലിറ്റി കേസാണ്. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അടുത്തൊരു ലിക്വിഡിറ്റി വരെ പ്രൈസ് അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, SMT ഡൈവേർജൻസ് ആഡ് ചെയ്യുക. അപ്പോൾ SMT ഡൈവേർജൻസ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും കൂടെ പ്രോബബിലിറ്റി കൂടാൻ. ഇപ്പോൾ 50% ആണ് നമ്മൾ ടോട്ടൽ വിൻ റേറ്റ് ഇപ്പോൾ ഇതുവരെ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനൊരു 70-75% എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ചാർട്ടുകൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തായാലും ഐഡിയ കിട്ടും. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കണക്ട് ചെയ്തിട്ട് ക്ലിയർ ചെയ്യുക. ഓക്കെ, സോ ആ ഡൗട്ട്സുകൾ അനുസരിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ വീഡിയോസ് പ്ലാൻ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കണ്ടൻറ്റ് ഉപകാരപ്രദമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.